ഒൻപതാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗങ്ങളിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ഓഡിയോ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 9ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്റേഴ്സായ ജനസംഖ്യ, കുടിയേറ്റം, വാസസ്ഥലങ്ങൾ, സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും, ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ 121 കോടി, ജനസാന്ദ്രത 382 പെർ ചതുരശ്ര കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്, ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിം. ഈ ചാപ്റ്ററിൽ പറയുന്നതെല്ലാം 2011 സെൻസസ് പ്രകാരമുള്ള ഡാറ്റാസാണ്. ദശാബ്ദ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 17.7%. ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം 943 പെർ 1000. ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ ജനസംഖ്യ? 17.5%. ഓരോ ചതുരശ്ര കിലോമീറ്ററിൽ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യ അറിയപ്പെടുന്നത് ജനസാന്ദ്രത. ജനസാന്ദ്രതയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ബംഗ്ലാദേശ്, 2ാം സ്ഥാനത്ത് ജപ്പാൻ, 3ാം സ്ഥാനത്ത് ഇന്ത്യ. ജനസാന്ദ്രതയിൽ മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ജനസാന്ദ്രതയിൽ ഏറ്റവും മുന്നിലുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. കേരളത്തിലെ ജനസാന്ദ്രത 859 ചതുരശ്ര കിലോമീറ്റർ. ജനസംഖ്യാ മാറ്റത്തെ സ്വാധീനിക്കുന്ന സ്വാഭാവിക ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം. രാജ്യാതിർത്തിക്കുള്ളിൽ തന്നെയുള്ള കുടിയേറ്റങ്ങൾ അറിയപ്പെടുന്നത് ആഭ്യന്തര കുടിയേറ്റം. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് നടക്കുന്ന കുടിയേറ്റങ്ങൾ അറിയപ്പെടുന്നത് സംസ്ഥാനാന്തര കുടിയേറ്റം. സംസ്ഥാനങ്ങൾക്കുള്ളിൽ ജനങ്ങൾ വിവിധ കാരണങ്ങളാൽ മാറി താമസിക്കുന്നത് അറിയപ്പെടുന്നത് സംസ്ഥാന ആഭ്യന്തര കുടിയേറ്റം. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കുള്ള കുടിയേറ്റം സംസ്ഥാനാന്തര കുടിയേറ്റം. സംസ്ഥാനങ്ങൾക്കുള്ളിലാണെങ്കിൽ അത് സംസ്ഥാന ആഭ്യന്തര കുടിയേറ്റം. ജില്ലാതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങൾ ജില്ലാന്തര കുടിയേറ്റം. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്കുണ്ടായ വൻതോതിലുള്ള കർഷക കുടിയേറ്റം ഏതുതരം കുടിയേറ്റത്തിന് ഉദാഹരണമാണ്? ജില്ലാന്തര കുടിയേറ്റം. വിവാഹം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ഒരു ജില്ലയ്ക്കുള്ളിൽ തന്നെ ജനങ്ങൾ കുടിയേറി പാർക്കുന്നത് അറിയപ്പെടുന്നത് ആഭ്യന്തര കുടിയേറ്റം. ഒരു ജില്ലയ്ക്കുള്ളിൽ തന്നെ ആളുകൾ മാറി താമസിക്കുന്നത് ആഭ്യന്തര കുടിയേറ്റവും, ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കുള്ള കുടിയേറ്റം ജില്ലാന്തര കുടിയേറ്റവും എന്നും അറിയപ്പെടുന്നു. ജില്ലാ ആഭ്യന്തര കുടിയേറ്റങ്ങൾ എത്ര വിധത്തിലാണ് ഉള്ളത്? 4 വിധത്തിൽ. ജില്ലാ ആഭ്യന്തര കുടിയേറ്റങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കുള്ള കുടിയേറ്റം, ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കുള്ള കുടിയേറ്റം, നഗരത്തിൽ നിന്ന് നഗരത്തിലേക്കുള്ള കുടിയേറ്റം, നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കുള്ള കുടിയേറ്റം. നിർബന്ധിത കുടിയേറ്റത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വിഭവ ദൗർബല്യം, തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ, പ്രകൃതി ദുരന്തങ്ങൾ. പാർപ്പിടങ്ങൾ പരസ്പരം അകന്ന് സ്ഥിതി ചെയ്യുന്ന ജനവാസ മേഖലകൾ അറിയപ്പെടുന്നത് വിസരിത വാസസ്ഥലങ്ങൾ. വീടുകൾ പൂർണ്ണമായും കേന്ദ്രീകൃതമോ വിസരിതമോ അല്ലാത്ത വാസസ്ഥലങ്ങൾ അറിയപ്പെടുന്നത്
അർദ്ധകേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ. റോഡ്, നദി, തിരമാല എന്നിവയ്ക്ക് സമാന്തരമായി വികസിച്ചു വരുന്ന വാസസ്ഥല മാതൃക രേഖീയ മാതൃക. ജലാശയങ്ങൾ, മേച്ചിൽപ്പുറങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ സവിശേഷതകളെ ചുറ്റി രൂപം കൊള്ളുന്ന വാസസ്ഥല മേഖലയാണ് വൃത്താകാര മാതൃക. വിവിധ റോഡുകൾ സംബന്ധിക്കുന്ന ഇടങ്ങളിൽ രൂപം കൊള്ളുന്ന വാസസ്ഥല മേഖലയാണ് നക്ഷത്ര മാതൃക. പൊതുവെ ഉയർന്ന ജനസംഖ്യയുള്ളതും ജനങ്ങൾ മുഖ്യമായും കാർഷികേതര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നതുമായ പാർപ്പിട സമുച്ചയങ്ങൾ അറിയപ്പെടുന്നത് നഗരവാസസ്ഥലങ്ങൾ. ഇന്ത്യയിൽ ജനസംഖ്യാനുപാതത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗോവ. ഇന്ത്യയിൽ നഗര ജനസംഖ്യാനുപാതത്തിൽ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ നഗര ജനസംഖ്യാനുപാതത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗോവ. ഇന്ത്യയിൽ നഗര ജനസംഖ്യാനുപാതത്തിൽ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഒരു വാസസ്ഥലത്തിന് നഗരപദവി നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? 5000-ൽ കൂടുതൽ ജനസംഖ്യ ഉണ്ടാകണം. ചതുരശ്ര കിലോമീറ്ററിൽ 400-ൽ അധികം ജനസാന്ദ്രത ഉണ്ടാകണം. 75%-ലധികം പേർ കാർഷികേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഇവ മൂന്നുമാണ് ഒരു വാസസ്ഥലത്തിന് നഗരപദവി നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ. മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ തുടങ്ങിയ നഗരഭരണ പ്രദേശങ്ങളെയും സൈനിക പാളയങ്ങളെയും മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ തന്നെ നഗരമായി കണക്കാക്കുന്നു. ജനസംഖ്യാ അടിസ്ഥാനത്തിൽ നഗരങ്ങളുടെ വർഗീകരണം. ക്ലാസ് 1 നഗരം എന്ന് പറയുന്നത് 1,00,000-ൽ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശം. ക്ലാസ് 2 നഗരം 50,000 to 1,00,000 വരെ ജനസംഖ്യ. ക്ലാസ് 3 നഗരം 20,000 to 50,000 വരെ ജനസംഖ്യ. ക്ലാസ് 4 നഗരം 10,000 to 20,000 വരെ. ക്ലാസ് 5 5,000 to 10,000 വരെ. ക്ലാസ് 6 5,000-ൽ താഴെ ജനസംഖ്യയുള്ളതാണ് ക്ലാസ് 6. 1,00,000-ൽ താഴെ ജനസംഖ്യയുള്ള ചെറിയ നഗരപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് പട്ടണം. അനേകം നഗരങ്ങൾ ചേർന്ന് രൂപം കൊള്ളുന്ന 50,00,000-ലധികം ജനസംഖ്യയുള്ള നഗരസമുച്ചയങ്ങളാണ് മെഗാനഗരം. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ നഗരം എന്നറിയപ്പെടുന്നു. 10,00,000-ലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങൾ അറിയപ്പെടുന്നത് മെട്രോപൊളിറ്റൻ നഗരം. എത്ര തരം സമ്പദ് വ്യവസ്ഥകളാണ് നിലനിൽക്കുന്നത്? 3 തരം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ക്രമസമാധാന പാലനവും വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കലും പ്രധാന ചുമതലയായിട്ടുള്ള രാഷ്ട്രങ്ങൾ അറിയപ്പെടുന്നത് പോലീസ് സ്റ്റേറ്റ്. ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം. ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് ഉദാഹരണം ക്യൂബ, ചൈന. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില സവിശേഷതകൾ ചേർന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ഇന്ത്യ. ഇന്ത്യയിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ ആശയങ്ങൾ രൂപം കൊണ്ടത് 1991-ലാണ്. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനങ്ങളും പരിമിതപ്പെടുത്തുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത്
ഉദാരവൽക്കരണ നടപടികൾക്ക് തുടക്കം കുറിച്ചത് 1985 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ത്യയിൽ വിദേശ നാണയ കരുതൽ ശേഖര പ്രതിസന്ധി ഉണ്ടായ വർഷം 1991. റോഡ്, പാലം മുതലായ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് ബോട്ട്. ബിൽഡ്, ഓപ്പറേറ്റ്സ് ആൻഡ് ട്രാൻസ്ഫർ. സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുന്ന സംരംഭങ്ങൾ അറിയപ്പെടുന്നത് PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം PPPക്ക് ഒരു ഉദാഹരണമാണ്. സിയാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന് ഉദാഹരണമാണ്. രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവും അറിയപ്പെടുന്നത് ആഗോളവൽക്കരണം. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങൾ അറിയപ്പെടുന്നത് നവ ഉദാരവൽക്കരണം. ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനികൾ, ഭൂമി, ഓഹരികൾ, ബോണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നത് അറിയപ്പെടുന്നത് വിദേശ മൂലധന നിക്ഷേപം. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 ജനുവരി 1. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. 2016 കണക്ക് പ്രകാരം ലോക വ്യാപാര സംഘടനയിലെ അംഗങ്ങളുടെ എണ്ണം 164 രാജ്യങ്ങൾ. ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വരാൻ കാരണമായ സമ്മേളനം 1944 ബ്രെട്ടൻ വുഡ്സ് സമ്മേളനം. ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി എന്നിവയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ. പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി നൽകുന്നതാണ് പേറ്റന്റ്. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അറിയപ്പെടുന്നത് ബഹുരാഷ്ട്ര കമ്പനികൾ. കമ്പോളവൽക്കരണത്തിൻ്റെ ആവിർഭാവത്തിന് തുടക്കമായ ആശയം നവ ഉദാരവൽക്കരണം. കമ്പോളവൽക്കരണത്തിൻ്റെ ആവിർഭാവത്തിന് ഇടയാക്കിയ ആശയം നവ ഉദാരവൽക്കരണം. എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ കമ്പോളത്തിലേ ലഭ്യമാകൂ എന്ന പ്രവണതയാണ് കമ്പോളവൽക്കരണം. കമ്പോളവൽക്കരണത്തിൻ്റെ പരമമായ ലക്ഷ്യം ലാഭം. ഈ ക്ലാസ്സോടുകൂടി 9ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സാണ് നെക്സ്റ്റ് ക്ലാസ് മുതൽ തുടങ്ങുന്നത്. 7ാം ക്ലാസ്സിൽ കുറച്ച് ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ട്. അതുകൂടി അടുത്ത ക്ലാസ്സിൽ ചെയ്തതിന് ശേഷം പിന്നീട് 10ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് തുടങ്ങുന്നതായിരിക്കും.